വലാ തജ്അൽ ഒരിക്കലും വൽയകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ സൗമു യൗതിക് നിന്റെ നോമ്പിന്റെ ദിനത്തിൽ നിന്റെ ജീവിതത്തിൽ അതിന്റെ ഒരു ഗാംഭീര്യം ഉണ്ടാകണം. വഖാറുൻ വസകീനത്തുൻ അതിന്റെ ഒരു അച്ചടക്കം ഉണ്ടാവണം. നിന്റെ പെരുമാറ്റത്തിൽ, നിന്റെ നാവിൽ, നിന്റെ എല്ലാ രംഗത്തും ആ ഒരു അച്ചടക്കവും ഗാംഭീര്യവും നീ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാഉൻ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരേപോലെയായി പോകാനും പാടില്ല. വലാ തജ്അൽ അങ്ങനെ നീ ആക്കാനേ പാടില്ല. നോമ്പില്ലാത്തൊരു 11 മാസം നീ ജീവിച്ച അതേ രീതിയിൽ നിന്ന് കുറെ ഭക്ഷണം അങ്ങോട്ട് ചെല്ലുന്നു എന്നല്ലാതെ വേറൊരു മാറ്റം എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത കോലത്തിൽ നോമ്പും നോമ്പില്ലായ്മയും ഒരുപോലെ എന്നുള്ളൊരവസ്ഥയിലേക്ക് നീ കൊണ്ടുപോകാനും പാടില്ല. ഏതൊരു നോമ്പും അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് ഇബാദത്തുകൾ മാത്രം കൂടുമ്പോഴല്ല. ആള് ളുഹറിന്റെ ജമാഅത്തിന് വന്നു, എല്ലാ വക്തിനും വന്നു, തറാവീഹിന് വന്നു, എല്ലാ ഖുർആൻ ക്ലാസും കേട്ടു, അവസാനത്തെ 10 ഖിയാമുൽ ലൈൽ ചെയ്തു, ആളുകൾക്ക് 10 കൊടുത്തു, സകാത്ത് കൃത്യമായിട്ട് കണക്ക് നോക്കി കൊടുത്തു. അതും മാത്രമല്ല നോമ്പിന്റെ ഫലപ്രാപ്തി. ആ ഫലപ്രാപ്തി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ റമദാൻ കൊണ്ട് ഈ റമദാൻ വരെ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇബാദത്തുകളുടെ പൂർത്തീകരണം മാത്രമല്ല നോമ്പിന്റെ ഫലപ്രാപ്തി, മറിച്ച് അള്ളാഹുവിന്റെ സ്ഥാനം ഭയപ്പെട്ടുകൊണ്ട് തിന്മകളെ നിരാകരിക്കാനുള്ളൊരു മനസ്സ് ഈ മാസം കൊണ്ട് നീ എടുക്കണം. ഈ മാസം കൊണ്ട് നീ നേടിയെടുക്കാൻ പരിശ്രമിക്കണം. തിന്മകളെ നിരാകരിക്കാൻ. ഒരു തെറ്റിന്റെ നേരെ പോകുമ്പോ റമദാനിൽ നീ നാവ് സൂക്ഷിച്ചെങ്കിൽ വരാനിരിക്കുന്ന 11 മാസവും ആ വാക്കുച്ചരിക്കരുത് എന്ന് നിന്നെ പ്രേരിപ്പിക്കേണ്ടത് അത് റമദാനായി പോയി ഇപ്പൊ പറഞ്ഞ പ്രശ്നമല്ല എന്നതല്ല. അന്നെന്റെ റബ്ബെന്നോട് പറഞ്ഞു ആ നാവ് നിന്നെ നാശത്തിലെത്തിക്കുമെന്ന്. ആ റബ്ബിന്റെ സ്ഥാനം അന്നിരിക്കുന്ന അതേ ആകാശത്തെ അന്ന് നോക്കുന്ന അതേ റബ്ബ് 11 മാസവും എന്നെ നോക്കുന്നുണ്ട് എന്ന ആത്മീയ ബോധം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. വഅമ്മാമൻ ഖാഫ നീ ഭയപ്പെടണം. ആരെ ഭയപ്പെടണം? മഖാമ റബ്ബിഹി നിന്റെ റബ്ബിരിക്കുന്ന സ്ഥാനത്തെ തൊട്ട്, ആ റബ്ബ് നിന്നെ അറിയുന്നുണ്ട് എന്ന ബോധത്തെ തൊട്ട് നീ സൂക്ഷ്മതയോടെ ഭയത്തോടെ ജീവിക്കണം. വനഹൻ നഫ്സ അനിൽ ഹവാ അങ്ങനെ തിന്മകളിൽ നിന്ന് നിന്റെ മനസ്സിനെ നിനക്ക് താങ്ങി നിർത്താനും മാറ്റി നിർത്താനും നിന്നെ കൊണ്ട് സാധിക്കണം. കാരണം ഓരോ സൃഷ്ടികൾക്കും റബ്ബ് കൊടുത്ത ഓരോ ബോധനമുണ്ട്, ഓരോ നിയമമുണ്ട്. ആ നിയമമാ ഇന്ന് ശരിക്കും നമ്മൾ നോമ്പിൽ അനുഷ്ഠിക്കുന്നത്. ആ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ജീവിത രീതിയാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ജീവിത രീതി. റമദാൻ വിടുന്നതോടുകൂടി പിന്നെല്ലാ സംഗീതവും ഹലാല്, ഗാനമേള ഹലാല്, മൂക്കുമുട്ട കള്ളുകുടി ഹലാല്, വലിച്ചു തള്ളല് ഹലാല് എന്നൊരു ബോധത്തിലേക്ക് നീ എത്തുന്നുണ്ടെങ്കിൽ 11 മാസത്തെ നിന്റെ ജീവിതമല്ല ഹക്ക്. ഈ ഒരു മാസത്തെ നിന്റെ ജീവിതമാണ് ഹക്ക്. അതാണ് റബ്ബ് മനുഷ്യന് നൽകുന്ന ജീവിത രീതിയും ജീവിത മാർഗവും. എന്നിട്ട് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, നീ തേനീച്ചയെ ഒന്ന് നോക്ക്. ജനിച്ചു വീഴുന്ന തേനീച്ചകൾക്ക് തേൻ എവിടെയാണെന്ന് റബ്ബ് ബോധനം കൊടുത്തിട്ടുണ്ട്. അവരവിടെ എത്തും. ഒരിക്കലും തേനീച്ച ബ്രോസ്റ്റിൽ ചെന്ന് തേനെടുക്കാൻ നോക്കാറില്ല, ചാണകത്തിന്ന് തേനെടുക്കാൻ നോക്കാറില്ല. കാരണം തേനീച്ചക്ക് റബ്ബ് കൊടുത്ത ബോധനം പൂവുകളിലുള്ള തേനാണ് നിന്റേത് എന്ന്. അതോടൊപ്പം കാട്ടിൽ ജീവിക്കുന്ന ഒരു സിംഹത്തിന് എത്രയോ കായ്ക്കനികളുണ്ട്, വ്യത്യസ്തമായ ഫലപുഷ്ടിയുള്ളവ, ഭംഗിയുള്ളവ. പക്ഷേ അള്ളാഹു ബോധനം കൊടുത്തു, നിനക്ക് മാംസമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാംസബുക്കായിട്ട് നീ വളരണം. ഇതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ഓർമ്മപ്പെടുത്തി, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. റബ്ബ് നിനക്കൊരു ജീവിത രീതി കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നീ നിന്റെ ജീവിതം സൂക്ഷിക്കണം. നിന്റെ നാവും കണ്ണും പെരുമാറ്റവും സൂക്ഷിക്കണം. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവന്റെ പട്ടിണി അറിയണം. നിന്റെ സമ്പത്തിൽ നിന്ന് 2.5% കൊടുക്കണം. നിന്റെ സൃഷ്ടാവിന്റെ മുൻപിൽ നീ കൃത്യമായിട്ട് ഇബാദത്ത് ചെയ്യണം. അത് നിനക്ക് റബ്ബ് തന്ന ബോധനമാ. ആ ബോധനത്തിൽ നിന്ന് നീ നന്ദിയുള്ളവനാകണോ നന്ദി കെട്ടവനാകണോ എന്ന് നീ തീരുമാനിക്കും. അതുകൊണ്ട് റബ്ബ് കാണിച്ചു തന്ന വഴിയിൽ എല്ലാ നന്മയുടെ വഴിയും സ്വീകരിക്കുന്നവൻ ഇമ്മാ ശാകിറൻ നന്ദിയുള്ളവരിൽ പെടും. എന്നാൽ റബ്ബ് പറഞ്ഞ വഴിയിൽ കേവലം ഒരു മാസം മാത്രം ഇതൊക്കെയാണ് ജീവിതം എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും 11 മാസവും അതിന്റെ ഒരു ഗുണവും ജീവിതത്തിൽ കാണിക്കാതെ തള്ളിക്കളയുമ്പോ വ ഇമ്മാ കഫൂറ യഥാർത്ഥത്തിൽ റബ്ബിനല്ല കുറവ് വരുന്നത്, നീ സ്വയം നശിക്കുകയാണെന്നും നീ കാഫിറാവുകയാണെന്നും
അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു.